ഞാൻ ഡോക്ടർ എൽ ടി സനൽകുമാർ. ഞങ്ങൾ IMAയുടെ സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയത്. ഗ്രീൻ ലീവ്സ് ഫാമിലി ഫുഡ് മാർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ അകത്ത് കയറിയിട്ട് അതിൻ്റെ സൈഡിലൊരു മസാല കിട്ടുന്ന സ്ഥലമുണ്ട്. ഹോട്ടലിൻ്റെ പ്രത്യേകത ഇവിടെ ഏറ്റവും സേഫായിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നതിൻ്റെ ഇവിടെ നിന്ന് വന്നിട്ട് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഓണർ നമുക്ക് പരിചയപ്പെടാം. സാറിൻ്റെ പേര്? ബിജു. സാർ, ഇതെല്ലാം രണ്ട് സൈഡുള്ളൊരു അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. ഇതിൻ്റെ പുറത്തും എല്ലാം റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇവിടെ ഈ പ്യുവർ ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു ആശയം അങ്ങനെ വന്ന് ആദ്യത്തെ ഒരു 6 വർഷം വന്നപ്പോൾ ഈ ഹോട്ടൽ ഭയങ്കര നഷ്ടത്തിൽ വന്ന് ഹോട്ടൽ ഞങ്ങൾ ചെറുതാക്കിയതിന് ശേഷം ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു ചെറിയ കൗണ്ടറാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഓരോ ചെടിക്കും ഓരോ തരം പ്രത്യേക കാലാവസ്ഥയും പ്രത്യേകതരം അതിന് വേണ്ടുന്ന ജീവങ്ങൾ പ്രത്യേകം കിട്ടുന്ന സ്ഥലങ്ങളിലാണ് അത് ഏറ്റവും നന്നായിട്ടുണ്ടാകുന്നത്. അത്തരം ഓരോ ചെടികളുടെയും ആ സാഹചര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വെളിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളൊക്കെ വളരെ അളവ് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ കാശ്മീരി ജില്ല തന്നെ പല സ്ഥലത്തും ഉണ്ടാകുന്നതിന് പല വ്യത്യാസങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്ത് പ്രത്യേകം ട്രയലിട്ട് ഉണക്കിയെടുത്ത് അത് പൊടിച്ചാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പൊതുവെ പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഏത് പൊടികളെക്കാളും അളവ് കുറച്ചിട്ടാൽ മതിയാകും. ഞങ്ങൾ ഇതിനൊന്നും ഇതുവരെയായിട്ടൊരു പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. ഞങ്ങളൊരു ഓൺലൈൻ ഇതുപോലും ഇല്ല. ഇവിടെ വരുന്ന ആളുകൾ ഞങ്ങളുടെ ഫുഡ് ഉപയോഗിച്ച് കഴിയുമ്പം അതിൻ്റെ അകത്തൊരു വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വീണ്ടും ഞങ്ങളുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങുന്നതാണ് ഉള്ളൊരു പതിവ്. ഇപ്പോൾ ഒന്നാമതിരിക്കുന്ന കുരുമുളകാണെങ്കിൽ ഇത് വേൾഡിലെ ടോപ്പ് നമുക്ക് പറയാൻ പറ്റും. അത്ര സൂപ്പറായിട്ട് ഇത് ശരിയും സേനാപതിയിലുണ്ടാകുന്ന കുരുമുളകാണ്. വെള്ളമുണ്ടി എന്ന് പറഞ്ഞ ഇനമാണ്. ഇത് അവിടെ നിർത്തേണ്ടി വന്നിട്ട് വീണ്ടും ഞങ്ങൾ വാഷ് ചെയ്ത് അതിൽ ചൊള്ളൂരോട് പൊങ്ങി വരുന്നിടത്ത് നീക്കം ചെയ്ത ശേഷം ഇതിൻ്റെ മോശം കണ്ടന്റ് ലെവൽ താക്കുന്നതാണ് ഈ കുരുമുളക് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളക് നമ്മളൊരു കൈക്ക് വാരി ഇടുമ്പോൾ ഇത് എണ്ണ ഇട്ടാൽ മതി. അതുപോലെ ഓരോ പ്രൊഡക്റ്റിലോട്ട് വരും. ഇത് ഗ്രീൻ പെപ്പറാണ്. ഇതെടുത്ത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പെപ്പറാണ്. കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലെടുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് പഴയ പോലെ തന്നെ പച്ചക്കുരുമുളകായിട്ട് മാറുകയാണ്. അതുപോലെ ഇത് ഓരോന്നും ഈ കായമാണെങ്കിലും മഞ്ഞൾപ്പൊടിയാണെങ്കിലും ഇതെല്ലാം ഈ കായത്തിൻ്റെ എല്ലാം ഈ മഞ്ഞളൊക്കെ കുറുക്കിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ എല്ലാം ഓരോന്നും എടുത്താൽ എങ്ങനെയായിരിക്കും. ഞങ്ങളുടെ സാമ്പാർ പൊടിയാണെങ്കിൽ ഇപ്പോൾ നോർമലി നിങ്ങൾ കൂടുതലായിരിക്കും. അല്ലെ ഇപ്പോൾ ഈ സാമ്പാർ പൊടിയാണെങ്കിൽ നിങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന സാമ്പാർ ഇപ്പോൾ ഏത് കമ്പനിയുടെ ഉപയോഗിച്ചാലും ശരി അതിനേക്കാളും വളരെ അളവ് കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ ശരി, ഈ മല്ലി ഇത് മുഴുവൻ മുളയ്ക്കുന്ന മല്ലിയാണ്. ഇത് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഇനത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു മല്ലിപ്പൊടി മേടിച്ചിടുമ്പോൾ ഇത് അതിൻ്റെ പകുതി ഇട്ടാൽ മതിയാവും. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രത്യേകതകൾ.